പെണ്ണ് കാണാൻ പോകുന്നത് ഒരു ലോഡ് മിഠായി കൊണ്ടാണ്. വലിയ മിഠായി കൊണ്ട് പെണ്ണിനെ കാണാൻ വേണ്ടി പോവുക. പെണ്ണ് കാണാൻ വേണ്ടി വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ചെറുക്കൻ മാത്രമല്ല പോവുക, അവനും അവൻ്റെ കൂട്ടുകാരും കൂടെ ഒന്നിച്ചു പോയിട്ടാണ് ഈ പെണ്ണിനെ അവൻ്റെ മുമ്പിലേക്ക് ഇറക്കി വിടുന്നത്. ഒരൊറ്റ രക്ഷിതാക്കളും അതിന് സമ്മതിക്കരുത്. ആരാണോ വിവാഹാലോചിക്കുന്നത് ആ പയ്യന് കാണിച്ചു കൊടുക്കുക, ആ വ്യക്തിക്ക് മാത്രം നിങ്ങളുടെ മകളെ കാണിച്ചു കൊടുക്കുക. അല്ലാത്തവർ പുറത്തിരിക്കട്ടെ. അതാണ് മുത്തു മുസ്തഫാക്ക് ഇഷ്ടം. അതാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ദീൻ. അതാണ് അവിടെ നിർത്തണം. അല്ലാത്ത എല്ലാവരുടെയും മുമ്പിലേക്ക് പെണ്ണിനെ ഇറക്കി കൊടുക്കരുത്. ഗൗരവമാണ്. അതേപോലെ തന്നെ വിവാഹത്തിൻ്റെ ഒക്കെ കണ്ടൊക്കെ പെണ്ണൊക്കെ ഇഷ്ടമായി കഴിഞ്ഞു എന്ന് കണ്ടാൽ പിന്നെ ഒരു ഉറപ്പിക്കാൻ പോകലുണ്ട്. അവിടെയാണ് ഈ ഒരുപാട് ലോഡ് മിഠായി, എല്ലാ താത്തമാരുടെ കൈകളിലും മിഠായിയുടെ ബാഗ്, മിഠായി കൊട്ടകൾ, ഒരു ലോഡ്, ഒരു വാഹനത്തിൽ നിറയെ മിഠായികൾ, പെണ്ണും മാണും കുട്ടികളും ഒക്കെ താങ്ങിപ്പിടിച്ചിട്ട് ആ വീടിൻ്റെ ഒരു റൂം നിറക്കാൻ മാത്രം മിഠായിയുമായിട്ട് പോവുകയാണ്. എന്തിനാണ് സഹോദര സഹോദരി ഈ ആർഭാടം? എന്തിനാണ് ഈ അധിക ചെലവ്? എന്നിട്ടോ അതിൻ്റെ കൂട്ടത്തിൽ ഒരു സിമ്മ് കൊടുക്കും, കാണാതെ കണ്ടിട്ടും കൊടുക്കും, മൊബൈലും കൊടുത്തു, സിമ്മും കൊടുത്തു. പെണ്ണ് ഇവൻ്റെതായി എന്നാ ധാരണ. നിക്കാഹ് കഴിയാതെ എടോ നിന്റെ പെണ്ണല്ലാതെ, അവൾ അന്യ പെണ്ണാണ്. പിന്നെ അത് മുതൽക്ക് അവളോട് ചാറ്റിംഗായി, അവളോട് സംസാരങ്ങളായി. പലപ്പോഴും ഇവൻ്റെ ശരിയായ സ്വഭാവം ഇവൻ്റെ ചാറ്റിങ്ങിലൂടെ മനസ്സിലായപ്പോൾ ചില പെൺകുട്ടികളൊക്കെ ആ വിവാഹം വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ഈ വിധത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. രക്ഷിതാക്കളെ വളരെ ജാഗ്രത കാണിക്കണം. അവിടെയൊന്നും നിങ്ങൾ പറഞ്ഞു മാറി നിൽക്കരുത്. നിങ്ങൾ പറയാണ് ന്യൂ ജനറേഷൻ അല്ലേ, ഫ്രീക്കന്മാരുടെ കാലമല്ലേ, അത് പറഞ്ഞു മാറി നിൽക്കേണ്ടവരാണോ ഉമ്മ ഉപ്പ? നിങ്ങളല്ലേ ചെലവിന് കൊടുക്കുന്നത്, നിങ്ങളല്ലേ അവിടെ ആ കല്യാണം നടത്തുന്നത്. അത് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുവാനുള്ള വേദികളല്ല. കല്യാണത്തിൻ്റെ തലേന്നും അതിൻ്റെ തലേന്നുമൊക്കെ ഹെൽദി എന്ന പേരിലും അതുപോലെ തന്നെ മെഹന്തി എന്ന പേരിൽ മൈലാഞ്ചി കല്യാണവും ഹെൽദി എന്ന പേരിൽ മഞ്ഞക്കല്യാണവും, പിന്നീട് അങ്ങോട്ട് ചെറുക്കം വരുമ്പോൾ പടക്കം പൊട്ടിക്കലും, JCBയിൽ ചെക്കനെ കൊണ്ടുവരലും, കുതിരപ്പുറത്ത് കൊണ്ടുവരലും, അതുപോലെ തന്നെ കേക്ക് കക്കൂസിൻ്റെ മോഡൽ കേക്ക് ഉണ്ടാക്കി തീറ്റിക്കലും, അതുപോലെ തന്നെ ഏതെല്ലാം മോശപ്പെട്ട വിധത്തിൽ ശവപ്പെട്ടിയിൽ വരെ പുതുമളവാളം പെണ്ണിൻ്റെ വീട്ടിലേക്ക് യാത്ര പോയ നാടാണ് കേരളം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്ര വൃത്തികെട്ട സംസ്കാരം ഈ സമൂഹത്തിൽ നടക്കുമ്പോൾ മുസ്ലിയാക്കന്മാർ അവിടെ പോയിട്ട് നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. മഹല്ല് കമ്മിറ്റികളെ നിങ്ങൾ ജാഗ്രത പാലിക്കണം. അത്തരം തോന്നിവാസങ്ങൾ ഉണ്ടെങ്കിൽ അവിടേക്ക് നിക്കാഹിന് ഞങ്ങൾ വരില്ലെന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മക്ബറ വിലങ്ങുന്ന നിങ്ങൾ, വീടുകൾ വിലങ്ങുന്ന നിങ്ങൾ, ഇത്തരം ജാഗ്രതയുള്ള ഇത്തരം മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കെതിരെയാണ് നിങ്ങൾ ഊറ്റം കാണിക്കേണ്ടത്. റബ്ബിനിഷ്ടമില്ലാത്ത, അള്ളാഹുവിൻ്റെ റസൂൽ കഠിനമായി വെറുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ വിവാഹത്തിൻ്റെ ദിവസം നടക്കുന്നത് മുഴുവനും. തോന്നിവാസങ്ങൾ, മദ്യക്കുപ്പികൾ പൊട്ടിക്കലുകൾ, വെടിപൊട്ടിക്കലുകൾ, അതേപോലെയുള്ള മണിയറകളിൽ കയറിയിട്ടത് വൃത്തികേടാക്കൽ, അവിടെ കേടുപാടുകൾ വരുത്തൽ, എന്തെന്ത് രൂപത്തിലുള്ള കാര്യങ്ങളാണ്. സ്റ്റേജ് ഷോകൾ, പെണ്ണിനെ അണിയിച്ചൊരുക്കി പല്ലക്കിൽ അണിയിച്ചൊരുക്കി കൊണ്ടുവരൽ, ഇപ്പോൾ വലിയ രഥത്തിലേറ്റി കൊണ്ടുവരലും തുടങ്ങിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു. അള്ളാഹു കാക്കട്ടെ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അതിൻ്റെ അത്തരട്ടി ചെയ്യുമെന്നാണ് പറയുന്നത്. കുഴപ്പമൊന്നുമില്ല, പരലോകത്ത് വെച്ച് കാണാമെന്നേ പറയാനുള്ളൂ. ഞങ്ങൾക്കൊരു നിവൃത്തിയില്ല. ഇവിടെ പട്ടാളവും പോലീസും ഒന്നുമില്ല, ആർക്കും എന്തു ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ വദക്കിർ, ഉത്ബോധനം നടത്തൂ നബിയെ, ഫഇന്ന ദിക്റ, തീർച്ചയായും ഉത്ബോധനങ്ങളൊക്കെ തൻഫഉൽ മുഅ്മിനീൻ, ഈമാനുള്ളവർക്ക് പ്രയോജനം ചെയ്യും. ഖബറിലാണ് കിടക്കുമ്പോൾ 3 കഷ്ണം തുണിയിൽ അങ്ങ് മുഴുവൻ പുതപ്പിച്ച് ഖബറിലേക്ക് അങ്ങ് കൊണ്ടുപോയി വെച്ചാൽ ഈ പാർട്ടിക്കാരും ഗ്രൂപ്പുകാരും ആവേശത്തുള്ളിക്കാൻ വേണ്ടി ആവേശത്തോടെ കൂടെ കൂടിയ ചെറുപ്പക്കാരികളൊന്നും അവിടെ കാണൂല. ഒറ്റക്കെ ഖബറിലുണ്ടാവുകയുള്ളൂ. ആ ബോധമുള്ളവരോടാണ് ഈ പറയുന്നത്. തോന്നിവാസങ്ങൾ ചെയ്യരുത്. അവിടെ ഫോട്ടോഷൂട്ടുകൾ നടക്കുകയാണ്. സ്റ്റേജിൽ നിന്റെ മോളെ പ്രദർശിപ്പിക്കുന്ന ഉപ്പ, സ്റ്റേജിലേക്ക് എന്തിനാണ് നിങ്ങൾ പെൺകുട്ടിയെ കയറ്റി അവിടെ പ്രദർശിപ്പിക്കുന്നത്? അവളെയും ആ ചെക്കനെയും ആ സ്റ്റേജിലിരുത്തി ആണും പെണ്ണും ഒന്നിച്ച് ഇടകലർന്ന് ഫോട്ടോഷൂട്ടുകളും, അതുപോലെ തന്നെ അവിടെ വരുന്ന സ്ത്രീകളുടെ വേഷം എന്താണ്? റബ്ബ് ഇഷ്ടപ്പെടുന്ന വേഷമാണോ? അള്ളാഹു ഇഷ്ടപ്പെടുന്ന വേഷമാണോ? റബ്ബിന് പൊരുത്തമുള്ള വേഷമാണോ? നിങ്ങൾ ചോദിക്ക്, നിങ്ങൾ ചിന്തിക്ക്. എന്തിന്? മരിച്ചു പോകണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ, നല്ല നിലക്ക് ഖബറിൽ മലക്കുകളെ കണ്ടുമുട്ടണമെന്ന ബോധ്യമുണ്ടെങ്കിൽ, പരലോക കോടതിയിൽ രക്ഷപ്പെടണമെന്ന് ബോധ്യമുണ്ടെങ്കിൽ, അതൊക്കെ ഇപ്പോഴത്തെ കുട്ടികളല്ലേ, അതൊക്കെ അവരുടെ ഒരു സ്വാതന്ത്ര്യത്തല്ലേ, ഞാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞു മാറി നിൽക്കാൻ പാടില്ല. മഹല്ലുകൾക്ക് പോലും ആർജവമില്ലാതായിരിക്കുന്നു. തീരുമാനമെടുത്ത മഹല്ല് കമ്മിറ്റികൾ പോലും തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് പോകേണ്ടി വരുന്നു. എന്താ കാരണം? തീരുമാനമെടുത്ത മഹല്ല് കമ്മിറ്റിയുടെ വീട്ടിൽ അങ്ങനെ നടക്കുന്നത്. പിന്നെ അവർക്കിത് പറയാൻ പറ്റുമോ?
അപ്പൊ പിന്നെ മിണ്ടാട്ടം മുട്ടി. അപ്പൊ എല്ലാവരും ചേർന്ന് നിന്ന് കൊടുക്കുക, അങ്ങനെ അടിച്ച് പൊളിക്കുക, ഏത് പേക്കൂത്തുകളും കാണിക്കുക, പെണ്ണിനെയും കൂട്ടി മരം ചുറ്റി പ്രേമം, അതുപോലെ തന്നെയുള്ള എന്തെല്ലാം സംവിധാനങ്ങൾ, സേവ് ദി ഡേറ്റ്. ഇനി ഒന്നും പറയണ്ട. പ്രസവത്തിന് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെതായ രൂപത്തിലുള്ള മാമൂലുകൾ, ആചാരങ്ങൾ, പ്രസവിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് പല വിധത്തിലുള്ള ദുരാചാരങ്ങൾ, എന്തെല്ലാം രൂപത്തിലാണ് വിവാഹത്തോടനുബന്ധിച്ചും മറ്റു കാര്യങ്ങളിലുമൊക്കെ നമ്മുടെ വീടുകളിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഒരൊറ്റ കാര്യമേ നമ്മൾ നോക്കേണ്ടതുള്ളൂ, അള്ളാഹുവിന് ഇതൊക്കെ ഇഷ്ടമാണോ? എനിക്കെൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് അതാണ്. നിങ്ങളുടെ വീട് നിങ്ങൾക്ക് നിയന്ത്രിച്ചൂടെ ഉപ്പ? നിങ്ങൾക്ക് നിയന്ത്രിച്ചൂടെ പെങ്ങളെ? നിങ്ങളുടെ വീടിൻ്റെ കാര്യമാണ് പറയുന്നത്. അയൽവക്കത്ത് പോയിട്ട് പറയാൻ നമുക്ക് അധികാരമില്ല, അതവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന എൻ്റെ വീട്ടിൽ എനിക്ക് കൺട്രോളില്ലേ? അത് കൺട്രോളില്ലെങ്കിൽ ഞാൻ എന്തിനാ ആണാണെന്ന് പറയുന്നത്, അവിടുത്തെ ഉമ്മയാണെന്ന് പറയുന്നത്? അവിടെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കേണ്ട ദിവസമാണോ അത്? മരിച്ചു പോകണ്ടേ? മരിച്ചു പോകണ്ടേ? അവിടെ ഇസ്ലാമിൽ അള്ളാഹു വെറുത്തിട്ടുള്ള സ്വർഗത്തിൻ്റെ മണം പോലും പെണ്ണെ നീ ആസ്വദിക്കുകയില്ലെന്ന് പറഞ്ഞ വേഷവിധാനവുമായി തുള്ളിച്ചാടി ചില പാട്ടുകളും മ്യൂസിക്കുകളും ഒക്കെ വെച്ചിട്ട് ബ്രേക്ക് ഡാൻസും തുള്ളിയിട്ട് പെണ്ണിനെയും കൊണ്ടിങ്ങനെ പല്ലക്കും കുലുക്കിയിട്ട് സ്റ്റേജിലേക്ക് വരുന്ന പെണ്ണിൻ്റെ മുഖത്തിനുള്ള മുഖം മൂടിയൊക്കെ നീക്കി പരസ്യമായി ആണുങ്ങളുടെ മുമ്പിലേക്ക് അവരുടെ കണ്ണുകൾ കൊണ്ട് കൊത്തിവലിക്കാൻ ഇട്ടുകൊടുക്കുന്ന ഉമ്മ, പെങ്ങളെ, ഉപ്പ, സഹോദര, മരിച്ചു പോകണം, മരിച്ചു പോകണം. പരലോക കോടതിയിൽ ഈ വാക്കുകൾ സാക്ഷിയായിരിക്കും. നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടും പ്രയോജനമില്ല, ഞാൻ എന്ത് വിചാരിച്ചിട്ടും കാര്യമില്ല. അള്ളാഹു വിചാരിക്കണം. റഹ്മാനായ റബ്ബിനോട് തേടുക, എൻ്റെ വീട്ടിൽ റബ്ബേ നിനക്കിഷ്ടമില്ലാത്തതൊന്നും ചെയ്യരുത്, ഉണ്ടാകരുത്. അതല്ലേ ഉമ്മ, ഉപ്പ നമ്മൾ കൈകെട്ടിയാ എന്താ അള്ളാഹിനോട് 5 നേരം പറയുന്നത്? റബ്ബേ നിനക്കിഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യൂല. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാത്തി. റബ്ബേ എൻ്റെ നിസ്കാരം നിനക്ക് വേണ്ടിയാണ്, എൻ്റെ മറ്റനുഷ്ഠാനങ്ങൾ നിനക്ക് വേണ്ടിയാണ്, എൻ്റെ ജീവിതം നിനക്ക് വേണ്ടിയാണ്, നിനക്ക് പൊരുത്തല്ലാത്തത് ഞാൻ ചെയ്യൂല, ഇനി ഞാൻ മരിക്കുന്നതും നിൻ്റെ പൊരുത്തത്തിലായിരിക്കും എന്ന് പറഞ്ഞ് 5 നേരം റബ്ബിൻ്റെ മുമ്പിൽ വെച്ച് പറയുന്നതൊക്കെ കളവാണോ? കളവാണെങ്കിൽ ചെയ്തോളൂ. അതല്ല ആത്മാർത്ഥമായിട്ടാണോ നിങ്ങളിതൊക്കെ പറഞ്ഞ് നിസ്കരിച്ചത് എങ്കിൽ ആ റബ്ബിന് പൊരുത്തമില്ലാത്തതിനെ നിങ്ങളുടെ വീടിൻ്റെ 4 അയലത്തേക്ക് അടുപ്പിക്കരുത്. അത്തരം സദസ്സുകളിൽ കൂടികളാവരുത്. അവിടെ അതിൻ്റെ പ്രോത്സാഹനത്തിൻ്റെ ആളുകളായി നമ്മൾ മാറരുത്. അതേ DJ പാർട്ടികൾ, തുള്ളിച്ചാടലുകൾ, കാതടപ്പിക്കുന്ന മ്യൂസിക്കുകൾ, സംഗീതങ്ങൾ, എല്ലാ തോന്നിവാസങ്ങളും വിവാഹത്തിൻ്റെ ദിവസങ്ങളിൽ നടത്തിയിട്ട് പിന്നെ പറയുമെന്ത്? അതൊക്കെ ഇപ്പം എന്താ ചെയ്യുക അപ്പോഴത്തെ ഒരു കുട്ടികൾ? അത് ഖബറിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? മഹ്ശറിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ മോളും ഈ മോനും നാളെ പരലോക കോടതിയിൽ അള്ളാഹിനോട് പറയും, എന്നെ നിലക്ക് നിർത്തേണ്ട പ്രായത്തിൽ എനിക്ക് ദീന് പഠിപ്പിച്ചു തരാത്ത എൻ്റെ ഉപ്പയെ, എൻ്റെ ഉമ്മയെ ഒന്ന് കാണിച്ചതായോ? ആരാവട്ടെ, എനിക്ക് എന്നെ പിഴപ്പിക്കാൻ കാരണമായവർ അവരാരാണെങ്കിലും എനിക്കൊന്ന് തായോ അവരെ, ഞാൻ അവരുടെ നെഞ്ചത്ത് കയറട്ടെ, എന്നിട്ട് ഞങ്ങളുടെ കാലിൻ്റെ അടിയിലിട്ടിട്ട് അവരെ ഞങ്ങളൊന്ന് ചവിട്ടി അരക്കട്ടെ. അള്ളാന്റെ കോടതിയിൽ ഇവർ കൊടുക്കുന്ന കേസാണതെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇനി നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ, നാളെയും ചെയ്തോ. നീ ഇത് പറഞ്ഞ് എന്നോട് ഭയങ്കര ദേഷ്യം ഉണ്ടായിട്ട് മറ്റന്നാൾ ഒരു 10 ഇരട്ടി സ്പീഡിൽ ചെയ്തോ, എനിക്കൊന്നും വരല്ല. ഞാൻ ആത്മാർത്ഥതയോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കെൻ്റെ റബ്ബ് പ്രതിഫലം തരും. നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് നല്ലത്, നിങ്ങൾ കേൾക്കണം എന്ന ആഗ്രഹത്തോടെ, കേൾക്കുമെന്ന പ്രതീക്ഷയോടെയാണ് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒരുപാട് ഉമ്മമാർ, ഉപ്പമാർ നല്ല കൺട്രോൾ അവരുടെ കുടുംബത്തിൽ പാലിക്കുന്നുണ്ട്. അതിൻ്റെ ബറക്കത്ത് അവർക്ക് കിട്ടും, യാതൊരു സംശയവുമില്ല. ലോകം മുഴുവൻ നിങ്ങളെ വെറുത്താലും അള്ള വെറുക്കാതിരുന്നാൽ മതി. ലോകം മുഴുവൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടും കാര്യമല്ല, അള്ള വെറുത്തിട്ട് പിന്നെ എന്തിനാ ജീവിക്കുന്നത്? എങ്ങനെ മരിച്ചു പോകാനാവും ഉപ്പ? അതുകൊണ്ട് ഗൗരവത്തോടെ മുത്ത് മുസ്തഫ പഠിപ്പിച്ച ദീനിൻ്റെ ആചാരത്തിലായിക്കൊണ്ട് നമ്മുടെ വീടുകൾ മുന്നോട്ട് പോകണം. ഇതാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്. അതല്ലാതെ ന്യൂ ജനറേഷനാണ്, ഇപ്പോഴത്തെ ആൾക്കാരാണ് എന്നൊന്നും കുറ്റം പറഞ്ഞിട്ട് പരലോകത്ത് രക്ഷപ്പെടാമെന്ന് ഒരു രക്ഷിതാക്കളും വിചാരിക്കേണ്ടതില്ല. വലിയ നേതാക്കന്മാർ, വലിയ തങ്ങന്മാർ ഇതൊക്കെ എതിരാണ് എന്ന് പറയുന്നവരുടെ മക്കളുടെ കല്യാണം വരുമ്പോൾ, അവരുടെ വീട്ടിൽ ഇതിൻ്റെ 10 ഇരട്ടി നടക്കുമ്പോൾ സാധാരണക്കാരൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? സാധാരണക്കാരൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? സമുദായ നേതാക്കളെന്ന് പറയുന്നവർ, മാതൃക കാണിച്ചു കൊടുക്കേണ്ടുന്നവർ, സകല വേക്കൂത്തുകളും അവരുടെയും വിവാഹ വീതികളിൽ നടക്കുമ്പോൾ സമൂഹം എന്താണ് പിന്നെ മനസ്സിലാക്കേണ്ടത്?